ഹലോ ഹായ് നമസ്കാരം. എഡിയമലുവിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിൽ ഇന്ന് ചൂടൻ വാർത്തകൾ നടക്കുന്നൊരു സമയമാണ് കേരളത്തിൽ. പലയിടത്തും ഫേക്ക് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള പലതും. ഫേക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇതൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഓരോരുത്തരും അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി പല കോഴ്സുകളും പഠിക്കാറുണ്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പലതരത്തിൽ പല കോഴ്സുകൾ. പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായി എല്ലാവരും ഉൾക്കൊള്ളേണ്ട മെയിൻ ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഏത് കോഴ്സ് എടുക്കുന്നോ അതിന് ജോലി സാധ്യതകളുണ്ടോ, അതിന് മറ്റുള്ള വെളിരാജ്യങ്ങളിലേക്ക് പോയാൽ എത്രത്തോളം സാധ്യതകളുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരിക്കലും നിലയ്ക്കാത്ത പ്രഭാവം ഉണ്ടായിരിക്കണം സാലറി അപ്ഗ്രേഡിങ്ങിൽ. ഇങ്ങനെയുള്ള പോയിന്റുകൾ വിലയിരുത്തി അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഞാൻ നിൽക്കുന്നത് ഹൈഡ്രോടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ. ഹെവി വെഹിക്കിൾസിനെ പറ്റി ക്ലാസ്സുകൾ കൊടുക്കുന്ന, അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ മാത്രമല്ല തറവായി ഒരു മെക്കാനിക്കൽ എലമെൻറ്റ് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ മേഖലയിൽ എന്തൊക്കെയാണ്, ഒരു വണ്ടി പഠിച്ചതിനോടൊപ്പം തന്നെ അതിനൊരു കേടുപാടുകൾ സംഭവിച്ചാൽ അതെങ്ങനെ ശരിയാക്കണം, ഇങ്ങനെയുള്ള എല്ലാം പറഞ്ഞു നൽകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോപ്പർ ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഹൈഡ്രോടെക്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടറെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് ഇതിൻ്റെ മോസ്റ്റ് USP, എന്തുകൊണ്ട് ഹൈഡ്രോടെക് എന്നുള്ള ഉത്തരങ്ങൾ നമുക്ക് പുള്ളിയോട് ചോദിക്കും. ഹലോ ഭായ്, ലിബിൻ ഭായ് നമസ്കാരം. ഇതാണ് ഹൈഡ്രോടെക്കിൻ്റെ ഡയറക്ടർ ലിബിൻ ഭായ്. ലിബിൻ ഭായ്, നമുക്ക് വലിയ ചോദ്യങ്ങളും പറച്ചകളും ഒന്നും ഇല്ലാതെ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. കാണുന്നവർക്ക് ഇതിൻ്റെ പ്രയോജനം, നിങ്ങൾ എത്ര നാളായി തുടങ്ങിയിട്ട്, എങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്, എന്തൊക്കെ അംഗീകാരങ്ങളാണ്. കാരണം നമുക്കിവിടെ വന്നപ്പം ഗവൺമെൻറ് ഓതറൈസ്ഡ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ചരിത്രം പറഞ്ഞ് നമ്മുടെ സ്ഥലം എവിടെയാണ് ഒന്ന് നമുക്കൊന്ന് തുടങ്ങാം. സോ നമുക്ക് ലിബിൻ ഭായിയെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ലിബിൻ ഭായി അപ്പോൾ ഒന്ന് പറയാം. ഓക്കെ ലിബിൻ, ഞാൻ ആക്ച്വലി എൻ്റെ വീട് ആൽത്തറയാണ്. പുന്നൂർക്കുളം, തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കുന്നത് പെരുമ്പിലാവ് എന്ന സ്ഥലത്താണ്. പെരുമ്പിലാവ് എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയും ബോർഡറാണ്. അപ്പോൾ 3 ജില്ലയിൽ നിന്നും കുട്ടികൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പെരുമ്പിലാവ്. പിന്നെ നമ്മുടെ കോഴ്സിനെ പറ്റി പറഞ്ഞാൽ, ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 12 ഇയേഴ്സായി. 12 വർഷം. അതെ. അപ്പോൾ എന്തുകൊണ്ട് ഈ 12 വർഷത്തോണ്ട് മീൻസ് എന്ന് വിചാരിക്കുന്നത്, നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് പഠിച്ചിരുന്നു ഇതിൽ ഈ ഫീൽഡിലുള്ള സാധ്യതകളെ പറ്റിയിട്ട്, അതുപോലെ എന്തൊക്കെ അപ്രൂവൽസ് വേണം, അതുപോലെ കോഴ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടാവുന്ന സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. നിലവിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ടെങ്കിൽ കൂടി ഇവർ പഠിക്കുന്ന ഒരു കോഴ്സിന് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യലൈസേഷൻ കോഴ്സാണ്. ഹൈഡ്രോളിക് മെഷീനറികളുടെ സ്പെഷ്യലൈസേഷനാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ആകെ കൂടിയിട്ട് അന്ന് നിലനിൽക്കുന്നത് ഭാരത് സേവക് സമാജിൻ്റെ ഒരു അഫിലിയേഷനാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആരും തന്നെ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിൽ ഓരോ മിഷനറികളായിട്ടാണ് അന്ന് ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ JCB എന്ന് നമ്മുടെ നാട്ടിൽ പറയണ, ശരിക്കും അതിൻ്റെ പേര് അങ്ങനെയല്ല, ബാക്ക് ലോഡർ എന്നാണ്. അതാണ് ഈ മിഷനറി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അതെ. ഈ ബാക്ക് ലോഡർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ്, ക്രെയിൻ, ഇങ്ങനെയുള്ള ബേസിക് മിഷനറീസ്. ഇതിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ സർട്ടിഫിക്കേഷനാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഹൈഡ്രോളിക്, ഇതെല്ലാം ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈഡ്രോളിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ മിഷനറീസ്. അപ്പോൾ അത്തരം മെഷീനറികളുടെ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തു. അങ്ങനെയാണ് 1 ഇയർ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് നമ്മൾ ഫോം ചെയ്തു. അങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിച്ച് നമ്മൾ ഇതിൻ്റെ കരിക്കുലം, സിലബസ് എല്ലാം നമ്മൾ തന്നെയാണ് മേക്ക് ചെയ്തത്. അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തൊക്കെ ചെയ്തത്. അങ്ങനെ അപ്രൂവൽ കിട്ടിയതാണ്. ഇപ്പം നിലവിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം നമ്മുടെ ഈ സിലബസാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ നിലവിൽ എന്തിൻ്റെയൊക്കെ അപ്രൂവൽ ഉണ്ട്? ഒന്ന് NSDC ഉണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, സ്കിൽ ഇന്ത്യ ഉണ്ട്, പിന്നെ BSS. അതുകൂടാതെ നമ്മൾ ഇതിപ്പോൾ ഓൾറെഡി നമ്മളിതിൽ ഓട്ടോമൊബൈലിൻ്റെയും ഹൈഡ്രോളിക്സിൻ്റെയും കോമ്പിനേഷനാണ്. ഓക്കെ. അപ്പോൾ ഓട്ടോമൊബൈലും ഈ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെയും 1 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ അതും കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരാൾക്ക് 2 മേഖലയിൽ കഴിവ് തെളിയിക്കാം. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇദ്ദേഹം ഇവിടെ പഠിപ്പിക്കുന്ന രീതി. ഞാൻ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിയാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 11:15. ഈ 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ടത്, ഏതൊരു എക്യുപ്മെൻറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിനൊരു കേടുപാടുകൾ സംഭവിച്ചാൽ അത് എന്ത് ചെയ്യണമെന്നുകൂടെ അതിൻ്റെ ഓപ്പറേറ്ററിന് അറിഞ്ഞിരിക്കും. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതില്ല, അത് ഇവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും ബെസ്റ്റിനെയാണ് കാണിക്കാറുള്ളത്.
നമ്മൾ ഇവിടെ എത്താൻ വൈകിപ്പോയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു മേഖലയിൽ ലിവിൻ ഭായ് പറയുന്നത് താങ്കളുടെ 12 വർഷത്തെ എക്സ്പീരിയൻസ് അത് വലിയൊരു കാര്യമാണ്. കാരണം ഓരോ വർഷവും ഓരോ കുട്ടി വരുമ്പോൾ ചിലപ്പോഴൊക്കെ ചില തെറ്റുകൾ സംഭവിക്കാം. അത് നമ്മൾ തിരുത്തി 12 വർഷത്തെ ലെഗസി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഇമ്പാക്റ്റാണ്. കാരണം ഇനി വരുന്ന ഓരോ കുട്ടികൾക്കും തെറ്റില്ലാതെ കുറ്റക്കുറവുകളില്ലാതെ കൃത്യമായി പഠിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി എല്ലാവർക്കും വേണ്ടത് ജോലിയാണ്. അത് ഈ ഒരു മേഖല പഠിച്ചാൽ ജോലി കിട്ടും 100%. അതിനോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ടിന് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം എഴുതി പഠിച്ചാൽ മാത്രം പോരാ, എക്സ്പീരിയൻസ് ഈ കാര്യം മേഖലയിൽ നേടണം. താങ്കൾക്ക് പഠിപ്പിച്ച് ഈ മേഖലയിൽ തറവാക്കി വിടാനേ സാധിക്കുള്ളൂ. അത് ജീവിതത്തിൽ പ്രായോഗികമായി യൂസ് ചെയ്ത് ഒരു ജോലി കണ്ടെത്താൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ സ്വാഗതമാണ് അല്ലേ. ഈ കേരളത്തിൻ്റെ എവിടെ നിന്നും ഇവിടെ വന്നെത്താം, ഇനി ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് വന്നാലും ഇവിടെ വന്ന് പഠിക്കാം. പക്ഷേ വരുന്ന ഓരോരുത്തർക്കും ഇദ്ദേഹം കൊടുക്കുന്ന ഇമ്പാക്റ്റ് നിങ്ങളുടെ മനസ്സിലേ ഉണ്ടാവണം. പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നാൽ ഈ മേഖലയിൽ പഠിച്ചിട്ട് കാര്യമുണ്ട്. അതെ, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം തീർച്ചയായിട്ടും. അല്ലാതെ ഒന്നും നേടാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുമാണ് അതിനെ എങ്ങനെ ഞാൻ കൊണ്ടുപോകണം, ഞാൻ ഏതൊക്കെ മേഖലയിലേക്ക് കടന്നു ചെല്ലണമെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഈ മേഖലയിൽ കടലോളം ജോലി അവസരങ്ങളാണുള്ളത്. യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ, ഗൾഫ് കൺട്രികളായിക്കോട്ടെ, ചെക്ക് റിപ്പബ്ലിക്, ഇവരെല്ലാം കാനഡ, എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ഇത്തരം ഫീൽഡിലേക്ക് നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പോളണ്ട് വിസ നിറയെ, ഇപ്പോഴത്തെ ട്രെൻഡ് പോളണ്ട് വിസയാണ്. ഇവിടേക്കൊക്കെയും പോകുന്നത് ഇതേപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ PR കിട്ടാവുന്ന ഒരു ഫീൽഡ് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് കോഴ്സ്. സാധാരണ രീതിയിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയും ബിടെക്കും കഴിഞ്ഞ കുട്ടികളാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഡിഗ്രിയും ബിടെക്കും കാരണം ഞാൻ ഈ ഒരു മേഖല കണ്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലെ പാഷൻ, അത് പാഷനേറ്റ് ആയാൽ മാത്രമേ ഈ മേഖല പഠിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓരോരുത്തർ വണ്ടി ഓടിക്കുന്നു, ഡ്രൈവർമാരെ കളിയാക്കുന്നവർ അല്ലെങ്കിൽ ഓപ്പറേറ്റർമാർ, പിന്നെ ഓപ്പറേറ്റർ എന്ന് കളിയാക്കുന്നവരോട് ഉള്ള ഇതാണ്. ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ, ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ആൾക്കാർ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഐദർ ഓപ്പറേറ്റർ ഓർ മെക്കാനിക് ഏത് ഫീൽഡിലേക്കും വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. അതാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. എന്ന് പറയാൻ ഒരു വണ്ടി ഓടിക്കേണ്ടവർക്ക് വണ്ടി ഓടിക്കാം, ഓപ്പറേറ്റർ ആകാം. ഇനി അല്ല ഇതിന്റെ മെക്കാനിക്കൽ പാർട്ട് ആണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു പോകാം. അതെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ മെഷീനറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊരു പുതിയ മെഷീനറി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതെ, ഇതിന്റെ യഥാർത്ഥ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫീൽഡിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കുട്ടികളും ഈ മെഷീനറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ A to Z പാർട്സുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അവർക്കത് അറിയാൻ പറ്റുള്ളൂ. ഇത്തരം മെഷീനുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെഷീനറി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഷോറൂമിലേക്ക് കൊണ്ടുപോയി പണിയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഓൺ സൈറ്റ് ആണ്. അതെ, അപ്പോൾ ഈ ഓപ്പറേറ്റർമാരായിട്ട് വരുന്ന കുട്ടികൾക്ക് അതിന്റെ മെയിൻ്റനൻസ് സെക്ഷൻ കൂടി അറിയാമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. മാത്രമല്ല ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരിക്കലും നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% അവർ ഓക്കെ ആവും എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇവരെ ഏതെങ്കിലും ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇവരെ തന്നെ നമ്മൾ തന്നെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. ആ പ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ്ങോട് കൂടിയുള്ള പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആവാനും മാത്രമല്ല അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. നോർമലി നമ്മുടെ കുട്ടികൾക്ക് ഏറിപ്പോയാൽ ഒരു 2 to 3 months ആണ് നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടി വരുള്ളൂ. കാരണം അതിന് മുമ്പ് ഉള്ളതെല്ലാം ഇവിടെ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് 100% പ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുട്ടികളും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹൈറ്റിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ഫോറിൻ കൺട്രീസിൽ നമ്മളെ പിള്ളേരുണ്ട്. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ, അല്ലെ നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാഷൻ ഉള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. അത് ഏതൊരു തൊഴിൽ മേഖലയിലാണെങ്കിലും അങ്ങനെയാണ്. MBBS പഠിച്ച ഒരാൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ ജോലി കിട്ടുന്നില്ല. ആരും വീട്ടിൽ കൊണ്ട് തരത്തില്ല. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ആ മേഖലയിൽ വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഉള്ളത് ഏറ്റവും ഇനി അറിയേണ്ടത്, നമ്മുടെ ഈ ഒരു മേഖലയിൽ 12 വർഷം കൊണ്ട് നമ്മൾ എത്ര കുട്ടികളെ പഠിപ്പിച്ചു. ഈ കുട്ടികളെല്ലാം ഇന്ന് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പലയിടത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ കാണുന്ന കുട്ടികളോടും പാരൻസിനോടും ഈ മേഖല അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇപ്പോൾ അധികം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത കുട്ടികൾക്കും ഈ ഫീൽഡിലോട്ട് കടന്നു വരാം. ഇവിടെ നമ്മൾ മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10th പാസ്സായിരിക്കണം. അത് കഴിഞ്ഞ് +2 ഫെയിൽ ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ ഡിപ്ലോമയ്ക്കോ ITയോ പോയിട്ട് ഒരു ജോലി കിട്ടാത്ത കുട്ടികളുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ടും ഒരു പ്രൊഫഷൻ സെറ്റ് ആവാത്ത കുട്ടികളുണ്ട്. ഇത്തരം കുട്ടികളാണ് നമ്മുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവർ ഇത്തരം ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് പറഞ്ഞാൽ 1 year കോഴ്സ് കൊടുക്കാം. ഇവർക്ക് 2 months കോഴ്സ് ഉണ്ട്, 3 months കോഴ്സ് ഉണ്ട്. ഇത്തരം ഇപ്പോൾ 2 months കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം
ഓപ്പറേറ്റിംഗ് കോഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. വെറുതെ ഒരു മെഷീനറിയുടെ ഓപ്പറേറ്റിംഗ് അത് ഓൾറെഡി ജോബ് സെറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുള്ളൂ. അതല്ല നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക 1 ഇയർ കോഴ്സാണ്. ഈ 1 ഇയർ ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പറേറ്റിംഗ് പഠിപ്പിക്കും, കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് ഹൈഡ്രോളിക് മെക്കാനിക്കൽ വർക്ക് കൂടി പഠിപ്പിക്കും. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു കമ്പനീനെ പോയി നമ്മൾ സമീപിച്ചാലും അവർക്കും ഇവരെ ഒരു ബയോഡേറ്റ അല്ലെങ്കിൽ ഇവരെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ ഇവർക്കൊരു ഓപ്പറേറ്ററാണ്, കൂടാതെ ഒരു മെക്കാനിക്കും കൂടിയിട്ടാണ്. മാത്രമല്ല ബേസിക് മെഷീനറീസ് എല്ലാം തന്നെ നമ്മൾ 1 ഇയർ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ബാക്ക് ഹോൾ ലോഡർ, ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, എക്സ്കവേറ്റർ എല്ലാ മെഷീനറിയും ഈ 1 ഇയർ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓട്ടോമൊബൈലിൻ്റെ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എഞ്ചിനെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അസംബിൾ ചെയ്യുന്നുണ്ട്, ഹൈഡ്രോളിക്സിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സേഫ്റ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അത് ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഈ കുട്ടികൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിൽക്കേണ്ട കുട്ടികളല്ല. ഇവർ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്താണെങ്കിലും അത് അറിഞ്ഞിരിക്കണം. അല്ല, അത് സേഫ്റ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഏറ്റവും വേണ്ട ഒരു സാധനം. കാരണം ഇതൊക്കെ ഒരു ഹെവി എക്യുപ്മെൻ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾക്ക് അപകടമില്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ മറ്റൊരു അപകടം ഉണ്ടാകാതെ നോക്കേണ്ട ആൾക്കാരാണ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സേഫ്റ്റി കൂടാതെ മെഷീനറിയുടെ സേഫ്റ്റി നോക്കണം, പ്ലാന്റിന്റെ സേഫ്റ്റി നോക്കണം, എൻവയോൺമെന്റ് സേഫ്റ്റി നോക്കണം. ഇതെല്ലാം ഒരു ഓപ്പറേറ്ററുടെ കൂടി ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കോഴ്സിന്റെ സ്റ്റാർട്ട് ചെയ്യണ മുന്നേ തന്നെ ഒരു സേഫ്റ്റിയുടെ ക്ലാസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സേഫ്റ്റി ഓറിയന്റേറ്റഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം മെഷീനറികൾ യൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി വളരെ സിമ്പിളാണ്. ഈ മെഷീനറീസ് നമ്മൾ ഒരു വിരലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അത്രയും ഡേഞ്ചറസുമാണ് ഈ മെഷീനറി. അറിയാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അപകടം അത് നിൽക്കുന്ന സ്ഥലം മൊത്തം നശിപ്പിക്കാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാനൊരു കൂട്ടിച്ചേർക്കൽ ചേർക്കട്ടെ. ദുബൈ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ ഇന്നുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഒരു മെക്കാനിക്കൽ ഭാഗത്തോടെ പഠിക്കുന്നതിൻ്റെ ഗുണം ഇന്ന് എല്ലാ മേഖലകളിലും ഹെവി എക്യുപ്മെൻ്റ് ഉള്ള കമ്പനികൾക്ക് സ്വന്തമായി യാർഡുകളുണ്ട്. അവിടെ തന്നെ പണിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡബിൾ സാലറി കിട്ടാനുള്ള സാധ്യതയാണ്. ഓപ്പറേറ്റർ സാലറിയും കിട്ടും, സാർ ഞാൻ ഇത് പണിതോളാം എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ആ മേഖലയിലുള്ള സാലറിയും കിട്ടും. അത് പണിയാനുള്ള മനസ്സാണല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ വേണം ഇതിനെല്ലാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഓപ്പറേറ്ററായിട്ട് നിരവധി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ രണ്ടും കൂടി അറിഞ്ഞിരിക്കുന്ന ആൾക്കാർ വളരെ റെയറാണ്. മാത്രമല്ല ഇവർക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടിയിട്ടാണ് നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എവിടെ പോയാലും കിട്ടും. പിന്നെ പറയാലോ, നമ്മൾ കമ്പനികൾ തന്നെ പല ടൈപ്പ് കമ്പനികളുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് കമ്പനി ആണെങ്കിൽ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യും. അവർ ചെല്ലുന്ന സമയത്ത് നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ്. ഒരു 100ൻ്റെ പുറത്തുള്ള കൺട്രീസിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ NSDCയുടെ അപ്രൂവൽ നിലവിൽ നമുക്ക് മാത്രമേ ഉള്ളൂ. NSDC സ്കിൽ ഇന്ത്യ അതും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വിസിറ്റ് ചെയ്തിട്ടാണ് നമുക്ക്. അതെ, NSDC പക്കയായിട്ട് വിസിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഏതൊരു രാജ്യത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡും IS, BS ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഓരോ മേഖലകളിലും ഓരോ രീതികളാണ്. ഈ മേഖല ഓരോരുത്തരുടെ വർക്കിംഗ് സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്, വർക്കിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് നമ്മളെ ആരാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്ന് ഈ ഒരു മേഖലയിലേക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് തറവായി പഠിക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് മെക്കാനിക്കൽ ആൻഡ് ഓപ്പറേറ്റർ മേഖല കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നു, 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നൽകുന്നു. ഇനി ഏറ്റവും വലിയൊരു കാര്യം ഈ കേൾക്കുന്നവർക്ക് അറിയാനും കേൾക്കാനും അവർ ആഗ്രഹിക്കുന്നത്, മറ്റൊരിടത്തും അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതും തമ്മിൽ എന്താണ് ഏറ്റവും വലിയ വ്യത്യാസം? അത് ആദ്യം അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. ഞാൻ തുടക്കം മുതൽ ഈ ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് അന്വേഷിച്ചപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ കോഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പക്ഷേ പാവപ്പെട്ട കുട്ടികളാണ് കൂടുതലായിട്ടും ഈ ഫീൽഡ് ചൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ആയിരിക്കണം എന്നൊരു നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫീസിൻ്റെ കാര്യം ഇതിൽ സംസാരിക്കുന്നതോട് കുഴപ്പമില്ല. എന്നെ കാണുന്നത് സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരന് ഉൾക്കൊള്ളാനുള്ള ഫീസ് സ്ട്രക്ചർ ആണോ അല്ലയോ എന്നുള്ളതാണ് അവർക്ക് അടുത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ 1 ഇയർ കോഴ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 75,000 ആണ്. 1 ഇയർ കോഴ്സ്, അതും ഈ പറഞ്ഞതെല്ലാം എല്ലാം പഠിപ്പിക്കും. അതിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു മെഷീനറിയുടെ ലൈസൻസും, കാരണം ഒരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ട ഒരു ലൈസൻസും കൂടി നമ്മൾ എടുത്തു കൊടുത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ്. ഇവിടെ വന്ന് പഠിക്കുന്ന ഒരാൾ 1 ഇയർ കഴിയുമ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് ക്രെയിൻ്റെ വേണമെങ്കിൽ ക്രെയിൻ്റെ എടുത്തു കൊടുക്കും, ബാക്ക് ലോഡറിൻ്റെ ആണ് വേണമെങ്കിൽ അതിൻ്റെ ഏത് മേഖലയാണോ അവർ ചൂസ് ചെയ്യുന്നത് അത് അവർക്ക് ആ ഫീൽഡിൽ അവർക്ക് ലൈസൻസ് അടക്കമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. കൂടാതെ
ഇപ്പോൾ ഇവിടെ എനിക്ക് ഓൾ കേരള സ്റ്റുഡൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം മംഗലാപുരത്തുനിന്ന് കുട്ടികളുണ്ടായിരുന്നു, ഈ വർഷം തമിഴ്നാട്ടിൽ കുട്ടികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഫേസ് ചെയ്യുന്ന അടുത്തൊരു പ്രശ്നം അക്കോമഡേഷനാണ്. അപ്പോൾ അക്കോമഡേഷൻ ഞാൻ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കോമഡേഷൻ ഫ്രീ ആണ്? അതെ, അക്കോമഡേഷൻ ഫ്രീ നൽകി, ക്ലാസ്സുകൾ ഏറ്റവും ബെറ്റർ നൽകി, പ്ലേസ്മെൻറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ഓപ്പറേറ്റർ മേഖല മാത്രമല്ല മെക്കാനിക്കൽ മേഖലയും പഠിപ്പിക്കുന്ന ഈ ഒരു സ്ഥാപനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് മാതൃകയാവേണ്ടതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉൾക്കൊള്ളുക. താഴെ കിടക്കുന്ന നമ്പേഴ്സിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കുക, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാം. ഇദ്ദേഹം നൽകുന്നത് ക്ലാസ് മാത്രമല്ല, ഇദ്ദേഹം നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം കൂടിയാണ്. ഇവിടെ വന്ന് പഠിക്കുന്ന ഓരോരുത്തർക്കും ജോലി കിട്ടുമ്പോൾ താങ്കൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. എനിക്ക് ഇവിടുന്ന് നമുക്കിപ്പോൾ ഞങ്ങൾ സാധാരണ പ്ലേസ്മെൻറ്റ് അഷുറൻസ് കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പുറത്തോട്ട് ഇവർ ആദ്യം തന്നെ ചോദിക്കുക എത്ര രൂപ സാലറി കിട്ടും, പുറത്ത് പ്ലേസ്മെൻ്റ് ഉണ്ടോ എന്നാണ്. ഞാൻ പറയും സൗത്ത് ഇന്ത്യയിൽ ഞാൻ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടീഡാണ്, പുറത്തെ കേസ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം, അത് നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ അന്വേഷിച്ച് അതിന് വിലയിരുത്തി ചിലപ്പോൾ ചാർജ് ചെയ്യുന്ന അത് ഉറപ്പായിട്ടും ഓരോ ഏജൻസി ഡിപ്പെൻഡ് നോക്കി നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ ഗ്യാരണ്ടീഡ് അല്ല, അതിൻ്റെ പുറത്ത് വരുന്ന ഒന്നും ഏറ്റെടുക്കില്ല. കാരണം എനിക്ക് സാധാരണ വരുന്നത് ഈ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ആ കമ്പനിയിൽ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. പക്ഷേ എന്നാലും കൂടി ഒരു റിസ്ക് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ. അല്ല തീർച്ചയായിട്ടും, കാരണം ഗൾഫിലായാലും മറ്റുള്ള ഏതൊരു രാജ്യത്ത് പോകുന്നത് ഏജൻസികൾ വഴി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് റിസ്ക് ഉണ്ട്. പൈസ കൊടുത്താൽ വിസ വരുമോ, അവിടെ പോയാൽ കൃത്യമായിട്ടുള്ള ജോലി ആകുമോ, അത് താങ്കൾ ആ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഷൻ കൂടും. ടെൻഷൻ കൂടുതൽ മാത്രമല്ല, നമ്മൾ ആരെയും നമുക്ക് അതിൽ അല്ല അതിനകത്ത് ട്രസ്റ്റ് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ട്രസ്റ്റിനെ ബാധിക്കും അത് തീർച്ചയായിട്ടും. കാരണം അവർ നാളെ ആ ഏജൻസി അല്ല ആൾക്കാർ കുറ്റം പറയാം. ഞാൻ വന്ന് ഹൈഡ്രോടെക്കിൽ എന്നെ പറ്റിച്ചെന്നേ പറയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമുക്കുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നുള്ളത് ഇവിടെ നമുക്കിപ്പം ഏതൊക്കെ വണ്ടികളാണ് നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്, അതിനോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഓക്കെ, ഇതിൽ ഈ ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സിൻ്റെ ബേസിക് ആയിട്ട് ഒരു 3-4 മെഷീനറീസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഇത്തരം മെഷീനറി നമ്മുടെ നാട്ടിൽ JCB എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, ശരിക്കും ഇതിൻ്റെ റിയൽ നെയിം ബാക്ക് ലോഡർ എന്നാണ്. അപ്പോൾ ബാക്ക് ലോഡറിൻ്റെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ലോഡറും എക്സ്കവേറ്ററും എല്ലാം കൂടി ചേർന്ന മെഷീനറിയാണ് ബാക്ക് ലോഡർ. ഇതിലാണ് ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ലൈസൻസ് എടുത്താൽ മിനിമം നമുക്ക് 5-6 മെഷീനറീസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ല അത് താങ്കൾ പറയുമ്പോൾ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഇദ്ദേഹം മാറ്റുന്നത്. ചിലർ പറയുന്നത് ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും മെഷീനറീസ് ഉണ്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ലൈസൻസ് എടുക്കണം. ബാക്ക് ലോഡർ അല്ലെങ്കിൽ JCBയുടെ ലൈസൻസ് എടുത്താൽ 5 വണ്ടി അല്ലെങ്കിൽ 5 തരത്തിൽ ഓടിക്കാം. ഇപ്പോൾ ഓരോ മെഷീനറീസും ഓരോ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കമ്പനിക്കാർ ഇറക്കുന്നത്. ഇപ്പോൾ ലോഡർ മാത്രമായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ബക്കറ്റാണ് ലോഡർ. ഇത് വീൽ ലോഡർ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീനറി ഉണ്ട്, അതുണ്ട്. അതൊക്കെ അത് പലതരം മാർക്കറ്റിംഗ് ആണ്. ഞാൻ അതിനൊന്നും കംപ്ലൈൻറ്റ് ചെയ്യില്ല, എല്ലാ മെഷീനറീസും നല്ലതാണ്. പക്ഷേ ബേസിക്കലി ലൈസൻസ് ഒന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ LMV ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് ഓടിക്കാൻ വേറെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ട്രാവലർ ഓടിക്കാൻ വേറെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സെയിം അതേപോലെ തന്നെയാണ്. ഇത്തരം മെഷീനറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മെഷീനറീസിൻ്റെ ലൈസൻസായി. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. എക്സ്പീരിയൻസ് ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കമൻസ് അതും കൂടി ഞാൻ പറയുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പറഞ്ഞു കേട്ടാൽ പറയുന്നത് നമ്മളൊരു ആശാൻ്റെ കൂടെ പണി പഠിച്ച് എന്നാൽ മാത്രമേ തെളിയുള്ളൂ, കൈ തെളിയുള്ളൂ. പക്ഷെ അവിടെ നടക്കുന്നത് എന്താ, 2-3 വർഷം ഇവരൊരു അടിമേനെ പോലെ പണിയെടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. അടിമ എന്ന് പറഞ്ഞാൽ അടിമക്കണ്ണനായിട്ട് തന്നെ കിടക്കണം. ചായ വാങ്ങിക്കാൻ പോകണം, അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ക്ലീനിങ് മെയിനായിട്ട് അവർ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ വണ്ടി ക്ലീൻ ചെയ്യുക, ഓയിൽ ഗ്രീസ് അടിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുള്ളൂ. ഈ മെഷീനറിയുടെ മുകളിൽ ഒന്ന് കയറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 ഇയറെങ്കിലും ഇവർ കൂടെ നിർത്തും. എന്നിട്ട് ഒരാതെ ഇതാണ് റിയാലിറ്റി. എന്നിട്ട് ശരിയാണ് എക്സ്പീരിയൻസ് വേണം, പക്ഷേ ഇവർക്ക് ആ സീറ്റിന്റെ മുകളിൽ ഇരുന്ന് ലിവറൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അതും കഴിഞ്ഞ് നമ്മുടെ ഇവർക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ എവിടെ പോകേണ്ടി വരും? ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് സെന്ററിലേക്ക് വരേണ്ടി വരും. അവിടെയും ചാർജ് കൊടുക്കണ്ടേ? അപ്പോൾ ഒരു വർഷം ഇവർ ഇതുപോലെ അടിമേനെ പോലെ പണിയെടുക്കണോ? ഇതേപോലെ ഒരു 1.5 മാസം കൊണ്ട് ഒരു ഓപ്പറേറ്റിംഗ് പഠിക്കണോ? ഏതായിരിക്കും നല്ലത്? 1.5 മാസം കൊണ്ട് വണ്ടി ഓടിക്കാനും അറിയാം, അവർക്ക് ലൈസൻസ് കിട്ടും. പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് വേണം. അത് ഒരിക്കലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് എക്സ്പീരിയൻസ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരിക്കലും പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ നടക്കുന്നത് നമുക്ക് ഇവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ വർക്കിൻ്റെ അഡ്വാൻസ് ആണ് നമ്മൾ സൈറ്റിൽ പോയാൽ. തീർച്ചയായിട്ടും. കാരണം സൈറ്റിൽ ഇപ്പം ഒരു സമയത്ത് ഒരു JCB കൊണ്ട് അല്ലെങ്കിൽ ബാക്ക് ലോഡർ കൊണ്ട് പോയിട്ട് ഒരു സൈറ്റ് മൊത്തം
ഇടിച്ചു നടത്തി വൃത്തിയാക്കുന്നു. അതൊരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കാത്തൊരു കാര്യമാണ്. അതൊരിക്കലും നടക്കത്തില്ല. അതേപോലെ തന്നെ ക്രെയിനിന്റെ ആണെങ്കിലും അതെ, പല തരത്തിലുള്ള ലോഡുകളാണ് ലിഫ്റ്റ് ചെയ്യേണ്ടി വരിക. പല സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതെല്ലാം നിങ്ങൾക്ക് സൈറ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ലൈസൻസ് എടുക്കാൻ എങ്ങനെയാണെങ്കിലും നമ്മുടെ അടുത്ത് വരണം. അപ്പോൾ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യണോ എന്നുള്ളത് ടൈം മാത്രമല്ല, അവർ ഒരുപാട് വർഷത്തെ സാലറി കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹെൽപ്പറായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയാണ് അവർക്ക് ചാർജ് കിട്ടുക? വളരെ കുറവാണ്, കഷ്ടപ്പാടും കൂടുതലാവും. നേരെ മറിച്ച് ഇവർക്ക് തന്നെ ഒരു 3 മാസം കൊണ്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഒരു പുറത്ത് പോയാലും 2-3 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഓപ്പറേറ്ററായി. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കുന്നത് യാർഡിലോട്ടൊക്കെയാണ്. ഈ യാർഡിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ അധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട. അഡ്വാൻറ്റേജ് എന്താ? അത്യാവശ്യം സാലറിയും കിട്ടും, എന്നാൽ വർക്ക് താറാവും. പിന്നെ അവർക്ക് മെയിൻ ഓപ്പറേറ്ററായിട്ട് പോകാൻ സാധിക്കും. മാത്രമല്ല ഈ നമ്മുടെ ഇതിൽ തന്നെ സർട്ടിഫൈഡ് കോഴ്സും ഉണ്ട്. തന്നെ ഓരോ ഇൻഡിവിജ്വൽ മെഷീനറീസിനും വേണമെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇതിലും അതിൻ്റെ മെയിൻ്റനൻസോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നുള്ളത് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ഇത് കാണുന്നത് ഏതെങ്കിലും ഒരു ഗൾഫിലുള്ള ഒരാളായിരിക്കാം, മേ ബി പുള്ളിക്ക് അവിടെ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുകയാണ്, പക്ഷെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് നമുക്കൊരു ലൈസൻസ് എടുത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും? നമുക്കൊരു മിനിമം ലൈസൻസ് എടുക്കാനായിട്ട് മിനിമം പറയുന്നത് നമ്മുടെ ലേണേഴ്സ് പീരീഡ് ഉണ്ട്. ഒരു 30 days ആണ്. നമ്മൾ പേപ്പർ വർക്ക് കഴിഞ്ഞ് 30 days ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഒരു 2 മാസത്തെ അവധിക്ക് വന്ന സമയത്ത് തന്നെ വരും. 45 days ആണ് നമുക്ക് ലൈസൻസും അടക്കം എടുത്തു കൊടുക്കാൻ വേണ്ട ഒരു സമയം. അത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സമയമാണ്. ആ സമയത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മിനിമം 30 days ആണ്. അതിൻ്റെ അങ്ങോട്ടോ കുറച്ച് മാറാം. പിന്നെ പുറത്തോട്ട് പോകുന്ന സർട്ടിഫിക്കേഷൻ കേസ് പറഞ്ഞു, എംബസി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന 100ഓളം രാജ്യങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്. അത് ഓരോ മിഷനറിക്കും ഓരോ ഡ്യൂറേഷൻ. ഏറ്റവും മിനിമം വരുന്നത് 2 months. അപ്പം 2 മാസത്തെ അവധിക്ക് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച് കാര്യങ്ങൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് മറ്റൊരു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് വ്യത്യസ്തമാണ്? ഇപ്പൊ ഓരോ മിഷനറീസും യൂസ് ചെയ്യേണ്ട മെത്തേഡുകളുണ്ട് അല്ലെ. ഇപ്പോ ഈ എടുക്കുന്നത് ഫോർത്ത് ലിഫ്റ്റ് ആണ് അല്ലെ. ഈ ഫോർത്ത് ലിഫ്റ്റ് ഒരിക്കലും ഓപ്പൺ ഏരിയയിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ മെഷീനറീസ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി അകത്തുള്ള ഈ ആമസോൺ ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ എടുത്ത് അവർ വരുന്ന അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ സ്പേസിലേക്കാണ്. അതെ എന്ന് പറയുന്നത് ഇപ്പം മാനുഫാക്ചറിംഗ് യൂണിറ്റ്. അതെ, മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ നമുക്ക് ക്രെയിൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആണ് ഇതാണ് ഇതിന്റെ യൂസ് വരുന്നത്. അതെ, ഇത്തരം മെഷീനറി യൂസ് ചെയ്യുന്നത്. നോർമലി മാൻ പവർ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തരം മെഷീനറി നമ്മൾ ശരിക്കും പഠിക്കേണ്ട മെത്തേഡ് തന്നെ ഉണ്ട്. അത് ഇതുപോലെ ഓപ്പൺ ആയ ഏരിയയിൽ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് പൊക്കി പഠിച്ചിട്ട് കാര്യമില്ല. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ് റേക്കുകൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, പല ഹൈറ്റിൽ അവർക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ച് പഠിക്കാവുന്ന രീതിയിൽ. അതെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമല്ല അവിടെ പില്ലേഴ്സ് കണ്ടല്ലേ, ഉള്ളിൽ കൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പ്രസന്റ് ടൈമിൽ ഇവിടെ നിന്ന് ഇത് പഠിക്കുമ്പം അവരൊരു ലോജിസ്റ്റിക് സ്പേസിലേക്ക് പോയാൽ അവർക്കറിയാം കൃത്യതയാണ്. അതെ, ഇത്തരം മെഷീനറൊക്കെ നമുക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നിന്ന് വെറുതെ ഒരു ലൈസൻസ് എടുക്കൽ മാത്രം ആയിരിക്കരുത് അവരുടെ ഉദ്ദേശം. ഇവിടുന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ജോലിക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അതെ, ഇപ്പോൾ 450 മാത്രമല്ല, നമ്മളിപ്പോൾ ക്രെയിൻ ആണെങ്കിലും JCB ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് വിടുന്നുണ്ട്. എക്സ്പീരിയൻസ് മാത്രമാണ് അവർക്ക് പുറത്തുനിന്ന് വേണ്ടി വരും. അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ മാക്സിമം പോയപ്പോൾ 450 നമ്മുടെ കുട്ടികൾ പോയാൽ 2 ദിവസത്തെ ട്രെയിനിങ് വേണ്ടി വരുന്നുള്ളൂ. അതെ, അത് ആ സ്പീഡും പിന്നെ ആ പ്രിമൈസസ് ഒന്നും അവർക്ക് ആയാൽ മതി, എങ്ങോട്ടാ തിരിയേണ്ട ആ കണക്കുകൂട്ടൽ മാത്രം കിട്ടിയാൽ. ഇനി ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ്, ഇവിടെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ എല്ലായിടത്തും പോയി ചോദിക്കാറുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് എന്താണ് ഹൈഡ്രോടെക് കൊടുക്കാനായിട്ട് പോകുന്നത്? ജോലി കൊടുക്കും. 100% പ്ലേസ്മെന്റ് കൊടുക്കും. 100% ജോലി. അതിനോടൊപ്പം തന്നെ മികച്ച ഒരു ഭാവി കെട്ടിപ്പടുക്കാനായിട്ട് വിദേശത്തിലും സ്വദേശത്തിലുമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈഡ്രോടെക്കിനെ തിരഞ്ഞെടുക്കാം. ഹൈഡ്രോടെക്കിൽ വരുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വിഷനാണ്. നിങ്ങൾ വെറും ഒരു ഓപ്പറേറ്ററായി നിലകൊള്ളാതെ മെക്കാനിക്കൽ മേഖലയിൽ തറവായി പഠിച്ച് ജീവിതത്തിൽ അങ്ങേയറ്റം മികച്ചൊരു ജോലി കിട്ടാനും അതിനോടൊപ്പം തന്നെ നല്ലൊരു സാലറി റേഞ്ച് നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾക്ക് അങ്ങേയറ്റം സേവിക്കാനും അതിനോടൊപ്പം തന്നെ ഈ ലോകത്തിന് ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും നേഴ്സും പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓപ്പറേറ്റേഴ്സിനും ഡ്രൈവേഴ്സിനും വലിയൊരു റോളുണ്ട്. ഒരു അപകടം നടന്നു,
അവിടെ പോലും ഒരു ഓപ്പറേറ്ററിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെ വന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഫ്രീ അക്കോമഡേഷനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ലൈസൻസും എടുത്ത് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന ഹൈഡ്രോടെക്കിനെ തിരഞ്ഞെടുക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കേണ്ട. താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻസ് ഇപ്പോൾ തന്നെ എടുക്കുക. അതിനോടൊപ്പം തന്നെ മറക്കാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാനും അതിനോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയാനുള്ള നമ്പേഴ്സ് ഞാൻ ഡിഫറൻറ്റ് ഇട്ടേക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ട് മറ്റുള്ള ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. അപ്പോൾ എന്നോട് ഇത്രയും നേരം നിങ്ങളുടെ സമയം തന്ന് ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ വരുന്നിടം വരെ ജാക്സൺ ജോസ് സൈനിങ് ഓഫ് ഫ്രം എഡി ഹൗ മല്ലു.